ഉയരാനുള്ള കഴിവുണ്ട്, കാര്യങ്ങളെ ഡീപ്പറായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഒരു മനസ്സും യൂസ്ലെസ് അല്ല, മനസ്സുകളൊക്കെ യൂസ്ഡ്ലെസ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു കഥ. പണ്ടൊരു ബ്രിട്ടീഷ് രാജാവ്, അദ്ദേഹം പരാജയപ്പെട്ട ഒരു ഗുഹയിൽ ചെന്ന് ഒളിച്ചു എന്നും ഒരു എട്ടുകാലി വല ചെയ്യുന്ന സമയത്ത് ആ എട്ടുകാലി പല പ്രാവശ്യം പരാജയപ്പെട്ട് വീണ്ടും വല കോർത്ത സമയത്ത് അദ്ദേഹത്തിന് ആത്മവിശ്വാസം വന്ന് എനിക്കും ഇതുപോലെ തന്റെ സൈന്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിയുന്നുള്ള ഒരു കഥ കേട്ടിട്ടുണ്ട് ആ കഥ. ഇത് പോലുള്ള കഥകള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് എല്ലാറ്റിനുള്ള കഴിവുണ്ട് എന്ന് ബോധിപ്പിച്ചു കൊടുക്കാൻ ടീച്ചേഴ്സിന് സാധിക്കണം, രക്ഷിതാക്കൾക്ക് സാധിക്കണം. ഇന്നത്തെ രക്ഷിതാക്കളും ടീച്ചേഴ്സും ചെയ്യുന്ന ഒരു വലിയൊരു പാപം എന്താണെന്ന് വെച്ചാൽ, ഇഫ് ഐ ആം വെരി വീക്ക് ഇൻ മാത്തമാറ്റിക്സ്, ടീച്ചേഴ്സ് പറയും യു ആർ ഗുഡ് ഫോർ നത്തിങ്, യു ആർ യൂസ്ലെസ്, യു കനോട്ട് ഡു ദാറ്റ് എന്നൊക്കെ പറയുമ്പോഴല്ലോ ഐ ലൂസ് മൈ കോൺഫിഡൻസ്. അതിന് പകരം കഴിവുണ്ട്, നിനക്ക് ഇന്നത് മനസ്സിലാവാത്തതിന്റെ കാരണം നീ അത് കാര്യങ്ങളെ വേണ്ട വിധത്തിൽ ഗ്രഹിച്ചിട്ടില്ല. യുവർ അണ്ടർസ്റ്റാൻഡിങ് ഹാസ് നോട്ട് കം യെറ്റ്, സ്റ്റിൽ യു ക്യാൻ വർക്ക് ഇറ്റ് ഓൺ. അപ്പൊ അവനെ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് അവനെ ആ തലത്തിലേക്ക് കൊണ്ടുവരും. നോക്കൂ, നിങ്ങൾ ഗീത തന്നെ എടുത്തു നോക്കിയാൽ അതിന് ഉദാഹരണം നമുക്ക് മനസ്സിലാവും. 18 അധ്യായങ്ങളും 700 ശ്ലോകങ്ങളും. ഒറ്റ ശ്ലോകം കൊണ്ട് കൺവിൻസ്ഡ് ആവുന്നുണ്ടെങ്കിൽ 700 ശ്ലോകം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ കൃഷ്ണൻ തന്നെ അനവധി പ്രാവശ്യം ആവർത്തിച്ച് അർജുനനെ കൺവിൻസ് ചെയ്തുവെങ്കിൽ എവറി മൈൻഡ് ഹാസ് ഗോട്ട് ദ പൊട്ടൻഷ്യാലിറ്റി ടു കൺവിൻസ് എവറിത്തിങ്, പ്രൊവൈഡ് പറയുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാവണം. ആ കുട്ടിക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും വ്യത്യസ്ത ഡയറക്ഷനിലൂടെ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കൺവിക്ഷൻ കുട്ടിയിലുണ്ടാവും. അപ്പൊ കുട്ടിക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ അതിന് ഗീതയിലെ ഏറ്റവും നല്ല ശ്ലോകം ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ശ്ലോകങ്ങളും നല്ലതാണ്, രക്ഷിതാക്കൾ അത് കുട്ടികളെ ബൈഹാർട്ട് പഠിപ്പിക്കണം. പറയുന്നൊരു ശ്ലോകം, ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദേ ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. എന്നെ ഉയർത്താനുള്ള എല്ലാ കഴിവും എന്നിലുണ്ട്, എന്നെ താഴ്ത്താനും എനിക്ക് സാധിക്കും. അപ്പൊ എന്നെ ഉയർത്തേണ്ടതും ഞാൻ തന്നെയാണ്, എന്നെ താഴ്ത്താനുള്ള കഴിവിനെ നശിപ്പിക്കേണ്ടതും തോൽപ്പിക്കേണ്ടതും ഞാൻ തന്നെയാണ്. ഞാൻ ഒരിക്കലും ആത്മാനം അവസാദേ, എന്നെ താഴ്ത്തരുത്, ഞാൻ കൊള്ളരുതാത്തവനാണ്, എനിക്ക് കഴിവില്ലാത്തവനാണ് എന്ന് എന്നെ പറഞ്ഞ് ഞാൻ ശപിക്കരുത്. എന്നെ ഞാൻ ശപിച്ചാൽ, എന്നെ ഞാൻ കഴിവില്ലാത്തവനെന്ന് പറഞ്ഞാൽ ആത്മൈവ ശത്രു, ഞാൻ എന്റെ ശത്രുവാണ്. ഞാൻ എന്നെ ഉയർത്തുകയാണെങ്കിൽ ഞാൻ എന്റെ ബന്ധുവാണ്. ഇത് രക്ഷിതാക്കള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ആരും കഴിവ് ഇല്ലാത്തവരല്ല, ആരും മോശക്കാരല്ല. നോ വൺ ഈസ് യൂസ്ലെസ് ബട്ട് ദേ ആർ യൂസ്ഡ്ലെസ്. അപ്പൊ അവരെ വീണ്ടും വീണ്ടും ആ മനസ്സിനെ യൂസ്ഫുൾ ആക്കാൻ അതിന് രക്ഷിതാക്കളും അധ്യാപകരും പറഞ്ഞ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരെ കൺവിക്ഷൻ ഉണ്ട്.